ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ ചങ്കേസിയാണ്. ചിക്കൻ ചങ്കേസി നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. ഇന്നത്തെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ചിക്കൻ ചങ്കേസി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഏകദേശം 1/2 കിലോയോളം ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. 2 ടീസ്പൂൺ തൈര് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാതെ ഇതെല്ലാം ഞാനിവിടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ സമയത്തിന് നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ചിക്കൻ ചങ്കേസി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മസാല തയ്യാറാക്കണം. മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു 3 ഒനിയൻ സ്ലൈസ് ചെയ്തത് എടുത്ത് വെച്ചിട്ടുണ്ട്. 3 ഉള്ളി, 3 നമ്മുടെ വലിയ ഉള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഈ ഉള്ളി ഫ്രൈ ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഉള്ളി നമുക്ക് ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം. നമ്മൾ ഡാർക്ക് ബ്രൗൺ ആക്കണ്ട. നമ്മൾ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അത്രയും നമ്മൾ ബ്രൗൺ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കണം. എണ്ണ ചൂടാകുമ്പോഴേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാവുന്നതാണ്. നീളത്തിൽ സ്ലൈസ് ചെയ്ത ഉള്ളിയാണ്, കനം കുറച്ചരിയണം. ഉള്ളി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ ചിക്കൻ ചങ്കേസി നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആണെങ്കിൽ തന്നെ നമുക്കിത് ക്രിസ്മസിനൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പം ക്രിസ്മസൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പം നമുക്ക് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. എന്ന് നമ്മൾ സൗത്ത് ഇന്ത്യൻ കേരളത്തിലെ ഡിഷൊക്കെ ഉണ്ടാക്കി നമ്മൾ എല്ലാ പ്രാവശ്യവും നോക്കുന്നതാണ്. ഇതൊന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മറ്റുള്ളവരിലേക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കുറേ പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ വളരെ നന്ദി സ്നേഹമൊക്കെ വീണ്ടും അറിയിക്കുകയാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ വീഡിയോയിലും പറയുകയാണ്. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ അറിയിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒത്തിരി തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. ഞാൻ ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണ്. അതുകൊണ്ട് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് കുറേശ്ശെ മാറി വരുമ്പോഴത്തേക്ക് നമുക്കിത് മാറ്റണം. നമ്മൾ ഒത്തിരി ഇതങ്ങ് ചോപ്പിക്കാൻ നിൽക്കേണ്ട കേട്ടോ. ഇത് നമ്മൾ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതല്ല ഇത്. നമുക്കിത് ഗ്രേവിയിൽ കിടന്നും ഈ ഉള്ളി വേകും. അതുകൊണ്ട് നമുക്ക് ഒത്തിരി വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രേവിക്കൊരു കയ്പ്പുണ്ടാകും. അതുകൊണ്ട് നമ്മളിത് ഒരുവിധം ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേനും നമുക്കിത് മാറ്റിയെടുക്കാം. ഇത് കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് കാഷ്യൂ നട്ട്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 6-7 കാഷ്യൂ നട്ട്സ് നമുക്ക് ചേർത്തിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം.
എന്നിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. കോരി മാറ്റിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കിത് നന്നായി ഒരു പേസ്റ്റ് ആക്കിയെടുക്കണം. പേസ്റ്റ് ആക്കുമ്പോൾ നമ്മളിത് ഒത്തിരി അങ്ങ് ഫൈൻ പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഒത്തിരി ഫൈൻ പേസ്റ്റ് ആക്കാൻ പാടില്ല. ഒന്ന് തരതരാന്ന് കിടക്കുന്ന ഒരു പേസ്റ്റാക്കി നമുക്കിത് എടുക്കാം. ഞാൻ അരച്ച് കഴിഞ്ഞ് ഞാൻ കാണിക്കാതെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. ഇതിപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പേസ്റ്റാക്കി എടുക്കേണ്ടതാണ്. ഇനി നമ്മൾ ഒനിയൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഒരു 50-60% നമുക്ക് ഫ്രൈ ചെയ്താൽ മതിയാവും. ഒത്തിരി ഫുൾ വേവിക്കരുത്. നമുക്ക് ഇതെല്ലാം ചിക്കനും ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒരു 50-60% കൂടുതൽ നമ്മളത് വേവിക്കരുത്. നമുക്ക് ബാക്കി ചിക്കൻ ഗ്രേവിയിലിട്ട് നമുക്കിത് വേവിക്കേണ്ടതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഫുള്ള് മുഴുവനായിട്ടിത് വേവിക്കാത്തത്. ഇത് നമുക്കിനി ഇത്ര പരുവാകുമ്പോഴേക്കും നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചിക്കൻ ചങ്കേസിക്കുള്ള ചിക്കൻ എങ്ങനെയാണ് വേവിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അത് പാത്രം ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഒനിയൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോടെ ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം, ഒരു സിന്നമൺ സ്റ്റിക്ക്, ഒരു ഏലക്ക, കറുത്ത കളറുള്ള ഏലക്ക, 2-3 ക്ലോസ് ഇതൊക്കെ കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു ഒന്ന് വഴറ്റി കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ നല്ല തൈര്, കട്ട തൈര് നമ്മൾ നന്നായിട്ട് ഉടച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ടൊമാറ്റോ പ്യൂരി ആക്കിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് മിക്സിയിലിട്ട് അരച്ച് അതിൻ്റെ പ്യൂരി ആക്കി എടുക്കാം. നന്നായിട്ട് ടൊമാറ്റോ വേവുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഒനിയൻ്റെ പേസ്റ്റ് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുണ്ട് ഒനിയൻ്റെ പേസ്റ്റ് ഇതുപോലെ വേണം അരയാൻ. ഒത്തിരി അങ്ങ് ഫൈൻ പേസ്റ്റ് ആകാൻ പാടില്ല. അതുകൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടി മസാല കൂടെ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ അല്ല കേട്ടോ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ചിക്കൻ ചങ്കേസി എന്ന് പറയുന്നത് ഒരു സ്ട്രീറ്റ് ഫുഡാണ്. സ്ട്രീറ്റ് ഫുഡാകുമ്പോൾ അതിനകത്ത് എണ്ണയും മസാലയും ഒക്കെ നന്നായിട്ടുണ്ടാകും. ഇങ്ങനത്തെ തരുതരുത്ത മസാലകളാണ് സ്ട്രീറ്റ് ഫുഡ്സിലൊക്കെ സാധാരണയായി നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒരു 1/3 കപ്പോട് നമുക്ക് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇത്തിരി വെള്ളം ഇപ്പോൾ ചേർക്കണ്ട. ഇത് നമ്മൾ അടച്ച് വെച്ചല്ല വേവിക്കുന്നത്, നമ്മൾ തുറന്ന് വെച്ച് തന്നെ വേവിക്കണം. അടച്ച് വെച്ച് വേവിക്കരുത്. നമ്മൾ തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് നമുക്ക്
അപ്പത്തിൻ്റെ കൂടെ വെള്ളയപ്പത്തിൻ്റെ കൂടെ ക്രിസ്മസിന് വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ ഗീ റൈസ് അല്ലെങ്കിൽ ചപ്പാത്തി, എന്തിനും എന്ത് കൂട്ടി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര്, ഈ ഗ്രേവിക്കകത്ത് നമ്മൾ തൈര് ഒഴിച്ച സമയത്ത് വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ക്രീം ചേർക്കാവുന്നതാണ്. 2 പച്ചമുളക് നമുക്ക് സ്പ്ലിറ്റണ്ണായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. കാരണം നമ്മൾ മസാലകളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഒന്ന് അല്പം ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഒത്തിരി ഗ്രേവി ആക്കത്തില്ല, കാരണം ഇത് ചിക്കൻ കറി ആയി പോകണമെങ്കിൽ. ഇത് ചിക്കൻ ചങ്കേസിയുടെ റെസിപ്പിയാണിത് കേട്ടോ. ഇത് നമ്മൾ ഇച്ചിരി കുറുക്കി തന്നെയാണ് ഇത് എടുക്കുക. ഇത് വെന്തിട്ടുണ്ട്. നമുക്കിത് വാങ്ങാം, സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കൊരു സെർവിങ് ബോളിലേക്ക് നമുക്കിത് മാറ്റാവുന്നതാണ്. ലോകത്തിൻ്റെ രക്ഷകനായിട്ട് യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചെങ്കിൽ നമ്മുടെ എല്ലാം രക്ഷകനായി മാറട്ടെ. നിങ്ങളുടെ എല്ലാ ജീവിതത്തിലൊരു സമാധാനപരമായ ക്രിസ്മസ് ആശംസിച്ചു കൊള്ളുന്നു. ഇനിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. God bless you all. Thank you for watching.